ഉത്തർപ്രദേശിലെ ഇറ്റാവയിലുള്ള ദാദർപൂരിൽ യാദവ വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ ഗ്രാമത്തിൽ ചില പോസ്റ്ററുകൾ ഒട്ടിച്ചു. അതിലെ വാചകം ഇതായിരുന്നു: ബ്രാഹ്മണരെ ബഹിഷ്കരിക്കുക, യാദവർക്ക് ഹിന്ദു പുരാണം അപ്രാപ്യമോ. ഈ പോസ്റ്ററിന് പിന്നിലെ കഥ തേടുകയാണ് ഗ്രൗണ്ട് സീറോ. യു.പി. ഗ്രാമങ്ങൾക്ക് പരിചിതമാണ് ഭാഗവത കഥാവാചക്. ഹരികഥാ കാലക്ഷേപം പോലെ പുരാണതിഹാസം ഗ്രാമീണരെ പിടിച്ചിരുത്തുന്ന കഥാശൈലിയിൽ പറയുക. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സത്സംഗ്. ഇറ്റാവയിലെ ഗഡ്ഡി ഭഗവത് ഗ്രാമത്തിൽ യാദവർ കഥാവാചക് സംഘടിപ്പിച്ചു. നോട്ടീസ് അടിച്ചു, നാടാകെ ക്ഷണിച്ചു, പന്തലുണ്ടാക്കി, ഭക്ഷണമുണ്ടാക്കുന്നവരെ എത്തിച്ചു. പക്ഷേ ബക്കേവാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു: പരിപാടി നടത്തണ്ട, സംഘർഷ സാധ്യതയുണ്ട്. ആ കാരണത്തിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട്. ജൂൺ 21 ദാദർപൂർ എന്ന ബ്രാഹ്മണ ഭൂരിപക്ഷ മേഖലയിലെ ക്ഷേത്രത്തിൽ ഭാഗവത് കഥാവാചക് സംഘടിപ്പിച്ചു. കഥാവാചകരായി സന്ത് സിംഗിനെയും മുകുത് മണിയെയും ക്ഷേത്രം പൂജാരി രാം സ്വരൂപ് ക്ഷണിച്ചു. 25,000 രൂപ 7 ദിവസത്തേക്ക്. ഫണ്ട് നാട്ടുകാർ സ്വരൂപിച്ചു. പരിപാടിക്കിടെ ഒരു സംസ്കൃത വാക്യത്തെ ചൊല്ലി പക്ഷേ തർക്കമുണ്ടായി. ഇതോടെ വന്നവർ ബ്രാഹ്മണരോ ദളിതരോ എന്ന അധിക്ഷേപം അവിടെ ഉയർന്നു. ദളിത് അല്ലെന്ന് കഥാവാചകർ പറഞ്ഞു. പക്ഷേ സംഘാടകർ ബലമായി രേഖകൾ പരിശോധിച്ചു. ആധാർ കാർഡിൽ പേരിനൊപ്പം യാദവ്. അതോടെ ബ്രാഹ്മണ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ എങ്ങനെ ഇവർക്ക് ധൈര്യം വന്നുവെന്ന് ചോദിച്ച് അവർ കഥാവാചകന്മാരെ തല്ലി, മുടിമുറിച്ചു, തലമുട്ടയടിച്ചു, ഗ്രാമത്തിലൂടെ നടത്തി. ബ്രാഹ്മണ സ്ത്രീകൾ നേരത്തെ കഥാവാചകർക്ക് ഭക്ഷണം വിളമ്പിയതും കാൽക്കൽ വീണ് അനുഗ്രഹം മേടിച്ചതുമെല്ലാം പിന്നീട് ആലോചിച്ചപ്പോൾ അഭിമാന പ്രശ്നമായി, അശുദ്ധ വിഷയവും. കഥാവാചകരെ തല്ലുന്ന വീഡിയോ വൈറലായി. രാഷ്ട്രീയ കൊടുങ്കാറ്റ്. ദാദർപൂരിൽ ബ്രാഹ്മണ വിഭാഗങ്ങളാണ് കൂടുതൽ. ജില്ലയിൽ പക്ഷേ യാദവരും. സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ യാദവിന് കിട്ടിയ തല്ല് പാർട്ടിക്ക് സഹിച്ചില്ല. ബ്രാഹ്മണ വീടുകൾക്ക് നേരെ കല്ലേറ്. പോലീസ് വാഹനം യാദവർ ആക്രമിച്ചു. ആകാശത്തേക്ക് വെടി. ദാദർപൂരിലെ വലിയ ജാതി ഭിന്നിപ്പായി സംഭവം മാറി. അക്രമം നടത്തിയ 4 യുവാക്കളെ റിമാൻഡ് ചെയ്തു. ജൂൺ 26 അഹിർ റെജിമെൻ്റ് എന്ന 500 പേരുടെ യാദവ സംഘം ബ്രാഹ്മണരുടെ വാഹനങ്ങൾ നശിപ്പിക്കുകയും വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. മറിച്ച് യാദവ സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തണമെന്ന് മറുപടി ആക്രോശവും ഉയർന്നു. യാദവ കഥാവാചക് പാരമ്പര്യം യു.പി. ഗ്രാമങ്ങൾക്ക് നേരത്തെയുണ്ട്. പക്ഷേ ബ്രാഹ്മണരെന്ന് തെറ്റിദ്ധരിച്ച് യാദവ കഥാവാചകരെ പൂജാരി ക്ഷണിച്ചതിൽ തുടങ്ങി പ്രശ്നം. കഥാവാചകർ 2 പേരും ജാതി തെറ്റായി പറഞ്ഞ് തങ്ങളെ വഞ്ചിച്ചെന്നാണ് ബ്രാഹ്മണരുടെ പരാതി. ഇറ്റാവയിൽ നിന്ന് 35 കിലോമീറ്റർ ഉണ്ട് ദാദർപൂരിലേക്ക്. 103 ബ്രാഹ്മണ വീടുകളുള്ള ഇവിടെ ദളിത് ഠാക്കൂർ കുടുംബങ്ങളും ധാരാളമുണ്ട്. ഭാഗവതം വായിക്കാൻ യാദവിന് എന്തവകാശമെന്ന് ബ്രാഹ്മണർ. തങ്ങൾ വായിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് യാദവർ. യു.പി. മാധ്യമങ്ങളും യൂട്യൂബർമാരും ഗ്രാമത്തിലെത്തി. മുലായം സിംഗിൻ്റെ മണ്ണാണ് ഇറ്റാവ. ആ സ്ഥലത്ത് അടികൊണ്ടത് യാദവരെ പ്രകോപിപ്പിച്ചു. അടികൊണ്ടവർക്ക് 51,000 രൂപ നൽകി അഖിലേഷ് യാദവ്. വാർത്താ സമ്മേളനവും നടത്തി. ബ്രാഹ്മണർക്ക് പ്രവേശനമില്ലെന്ന് പോസ്റ്റർ വെച്ച് പ്രതിഷേധിച്ച് യാദവ കഥാവാചകരുടെ പരിപാടി വെച്ചു. ഇതാണ് പോലീസ് തടഞ്ഞത്. മറ്റ് വിഭാഗക്കാരുടെ പൂജയ്ക്ക് പോകേണ്ടെന്ന് ബ്രാഹ്മണർ തീരുമാനമുറപ്പിച്ചു. ഹിന്ദു കഥകൾ ബ്രാഹ്മണർ ചൊല്ലിയാൽ മതിയെന്ന്. എന്നാൽ ബ്രാഹ്മണരെ അടുപ്പിക്കരുതെന്ന് യാദവർ. സോഷ്യൽ മീഡിയയിലും ബഹിഷ്കരണ പോസ്റ്റുകളാണ് നിറയെ. മറ്റുള്ളവർ കയറിയാൽ വീട് ഗംഗാജലം കൊണ്ട് കഴുകുന്ന പുണ്യാഹം തളിക്കുന്നവർ ഇപ്പോൾ യാദവരുടെ തലമുട്ടയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. SP നേതാക്കൾ വിമർശിച്ചു.
പക്ഷേ രാഷ്ട്രീയ നേട്ടത്തിനായി സമാജ്വാദി പാർട്ടി ഗ്രാമത്തിലെ പ്രശ്നം വലിയ കലാപമാക്കുന്നുവെന്ന് UP മന്ത്രി ജയ്വീർ സിംഗും പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ എല്ലാവരെയും ഒന്നിപ്പിച്ചിരുന്നു, അതെല്ലാം ജാതി തകർക്കുന്നു. ഗ്രാമീണനായ റാണ പ്രതാപ് ചൗഹാൻ പറയുന്നു. SP അധികാരത്തിലുള്ളപ്പോൾ ബ്രാഹ്മണരും BJP വരുമ്പോൾ യാദവരും ആക്രമിക്കപ്പെടുന്നു. ആദർശ ലോകമൊന്നുമല്ലല്ലോ ഇത്, ചൗഹാൻ പറഞ്ഞു. യാദവർ കഥാവാചകം നടത്തുന്നത് ഇതാദ്യമല്ല. ഭാഗവതം ഒരു ജാതിക്ക് മാത്രമുള്ളതല്ല, മറ്റൊരു നേതാവ് പറഞ്ഞു. രാമായണം എഴുതിയത് വാത്മീകി, മഹാഭാരതം എഴുതിയത് വ്യാസൻ. ശ്രീകൃഷ്ണൻ ജനിച്ചത് യാദവ കുലത്തിൽ. എന്നിട്ടും ഇതിനെക്കുറിച്ച് പറയാനുള്ള അർഹത ബ്രാഹ്മണർക്ക് മാത്രമെന്ന് പറയുന്നത് എന്ത് യുക്തിയാണ് എന്നാണ് യാദവരുടെ ചോദ്യം. ഗ്രാമം ഏതായാലും ബഹിഷ്കരണ യുദ്ധത്തിലാണ്, ജാതി പോരാട്ടത്തിലും.